കൈലാസപർവ്വതം ഒരു പവിത്ര ഭൂമിയാണ്. ബുദ്ധ, ഹിന്ദു, ബോൺ, ജൈന മതങ്ങൾക്കെല്ലാം ദേവഭൂമി. കൈലാസത്തിലെ മാനസ സരോവറിൽ സ്നാനത്തിനും കൈലാസ് പരിക്രമത്തിനുമായി അനേകരിവിടെ എത്താറുണ്ട്. ഒരിക്കലിവിടെ ഒന്നെത്തിപ്പെട്ടാൽ സർവ്വ പാപങ്ങൾക്കും പരിഹാരമാകും എന്നാണ് വിശ്വാസം. ഭഗവത് അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം പൂർത്തീകരിക്കാനാവുന്ന പുണ്യയജ്ഞമാണ് കൈലാസ പ്രദക്ഷിണം. അതൊരു ആയുഷ്കാല അനുഭവവും അനുഭൂതിയുമാണ്. അനേക രാജ്യങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തരാണിവിടെ സന്ദർശനത്തിനെത്തുന്നത്. പ്രദേശവാസികൾ കൈലാസത്തിന് പ്രദക്ഷിണം വച്ച് ദണ്ഡ നമസ്കാരം നടത്തുന്നതും മറക്കാനാകാത്ത അനുഭവമാകുന്നു. കൈലാസത്തിന് ശയന പ്രദക്ഷിണം ഒരു വട്ടം പൂർത്തിയാക്കാൻ 3 ആഴ്ച കാലമാണ് വേണ്ടിവരുന്നത്. ദക്ഷിണ ദർശനമായി നിൽക്കുന്ന കൈലാസ കാഴ്ച അനവദ്യമായ അനുഭൂതിയാണ്. നടന്നും കുതിരസവാരി ചെയ്തുമാണ് കൈലാസത്തിലേക്ക് തീർത്ഥാടകർ എത്തുന്നത്. തിബത്തൻ വഴികാട്ടികൾ കൂട്ടിനുണ്ടാകും. സൈന്ധവ തടങ്ങളിലൂടെയുള്ള യാത്ര 1-ാം ദിനം 4900 മീറ്റർ ഉയരത്തിലുള്ള ദരാപൂകിൽ എത്തിച്ചേരും. 2-ാം ദിനം 5600 മീറ്റർ ഉയരത്തിലേക്കാണ് എത്തേണ്ടത്. 3 ദിനങ്ങളിലായി 52 കിലോമീറ്റർ തീർത്ഥാടകർ സഞ്ചരിക്കണം. 2-ാം ദിനത്തിലെ യാത്രയാണ് ഏറെ ക്ലേശകരം. കുതിരപ്പുറത്ത് മുകളിലേക്കുള്ള സഞ്ചാരം സാധ്യമാകും. തിരിച്ചിറങ്ങാൻ കുതിരകൾ സഹായിക്കില്ല. 3-ാം ദിനത്തിലാണ് കൈലാസത്തിൽ എത്തിച്ചേരുക. ജുദൽപുക താഴ്വരയിലൂടെയുള്ള പിന്നീട് നടത്തം. പുൽമേടുകളിലെ ആക്കുകൾ മേയുന്നത് കാണാം. കുടിലുകൾ കെട്ടിക്കഴിയുന്ന നാടോടി ജീവിതങ്ങളെ അടുത്തറിയാം. ഒടുവിൽ കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന കൈലാസാചലത്തിൻ്റെ പുണ്യദർശനത്തിലേക്ക് എത്താം. കൈലാസ യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് 1 വർഷം മുമ്പെങ്കിലും ശരീരത്തെ പരിശീലിപ്പിച്ചെടുക്കണം. 2 മണിക്കൂറെങ്കിലും നിത്യനടത്തം ശീലമാക്കണം. പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവയുള്ളവർക്ക് ഈ യാത്ര അതിസാഹസികമാണ്. ശരിയായ ഭക്ഷണം, 3 ലിറ്റർ ജലപാനം എന്നിവ സഹായകരമാണ്. അശ്രദ്ധയോടെ അണയാവുന്ന ഇടമല്ല കൈലാസം. 5645 മീറ്റർ ഉയരമുള്ള ദോൽമ പാസിലൂടെയാണ് കൈലാസ പരിക്രമം നടത്തുന്നത്.